ഹലോ. ഇത് പെരുന്നാളിൻ്റെ തലേന്ന് മുതൽ പെരുന്നാളിൻ്റെ അന്ന് ഈവനിങ് വരെയുള്ളൊരു വ്ളോഗാണ്. പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം തലേന്ന് നോമ്പായതുകൊണ്ട് അന്ന് കിണ്ണത്തപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കഴിച്ചു. അന്ന് ഡിന്നറിന് നമ്മുടെ വീട്ടിൽ പൊറോട്ടയും ബീഫ് കറിയുമായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടാണ് ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെ മൈലാഞ്ചി എല്ലാം നേരത്തെ തന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മറ്റേ താഴത്തെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി എടുത്തിട്ട് ആദ്യം ഞാൻ ഇവക്കിട്ട് കൊടുത്ത്. മൈലാഞ്ചി ഇടുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ടാവും ഇവക്കിടുമ്പോഴും. അങ്ങനെ അവൾക്കൊരുവിധം കയ്യിൽ രണ്ടിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ചുമന്നോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ചിക്കനിലെ മസാലയും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആ സമയത്ത് തന്നെ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല. അങ്ങനെ മസാലയും സെറ്റ് ചെയ്തു, ഞാൻ പോയി റെഡിയായി. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ ഞാൻ പോയി റെഡിയായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫുഡുമായിട്ട് നേരെ പോവാണ്. അങ്ങനെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോയും എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദം ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. അങ്ങനെ ദം ചെയ്തിട്ട് ബിരിയാണിയും കഴിച്ചിട്ട് ഇച്ചിരി നേരം ഞാൻ കിടന്ന് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നേരം ഫോണൊക്കെ നോക്കി എല്ലാം റീലൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു 9:30-10 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഇസ് അവിയൽ പരുവത്തിലുള്ളൊരു ഈദ് വ്ളോഗാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.